നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. ഈ ചിത്രത്തിന് പിന്നിൽ എന്നുള്ള നമ്മുടെ പുതിയ സെഗ്മെൻറ്റിലെ ഒരു എപ്പിസോഡാണ് ഇന്ന്. മലയാള സിനിമാ രംഗത്ത് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച 3 പ്രഗത്ഭരായ ആൾക്കാരെക്കുറിച്ചാണ് നിങ്ങൾ ഈ കാണുന്ന ചിത്രം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും 3 പേര്. ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ജേസു സാറ്, മറ്റൊന്ന് പി ചന്ദ്രകുമാറിൻ്റെയും സത്യനന്ദിക്കാടിൻ്റെയും ഒക്കെ ഗുരുനാഥനായ ഡോക്ടർ ബാലകൃഷ്ണൻ, നിർമ്മാതാവും സംവിധായകനും ഗാനരചയിതാവും ഒക്കെ ആയിരുന്ന രേഖ സിനി ആർട്സിൻ്റെ ഉടമസ്ഥനായ ഡോക്ടർ ബാലകൃഷ്ണൻ. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഈ ലോകം വിട്ടുപോയ പ്രശസ്തനായ ഗുരുമുഖത്ത് നിന്ന് സംഗീതം പഠിക്കാതെ സംഗീത സംവിധാന രംഗത്ത് സ്വന്തമായ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുത്ത KJ ജോയ് സാർ. ഈ 3 പേരുള്ള ആ ഫോട്ടോ തന്നെ ആലോചിച്ച് നോക്കി, എത്ര രസകരമാണ്. മലയാള സിനിമയുടെ ഒരു കാലത്തെ ഇൻറ്റിമസി അറിയണമെങ്കിൽ ഈ ഫോട്ടോയിൽ നോക്കിയാൽ മതി, ഇല്ലേ? ഒരു സംവിധായകനും ഒരു തിരക്കഥാകൃത്ത് നിർമ്മാതാവും ഒരു സംഗീത സംവിധായകനും കൂടെ ഇരുന്നൊരു പാട്ട് കമ്പോസ് ചെയ്യുന്ന, എന്താ പറയുക, ഹോട്ടൽ മുറിയിലെവിടെയോ ആണ് അവർ 3 പേരും കൂടി ഇരുന്ന് ചിരിച്ച് കളിച്ച് ഒരേ മനസ്സോടെ ഒരു നല്ല പാട്ടിന് വേണ്ടി ഇരിക്കുന്നതായിരിക്കും, തപസ് പോലെ ഇരിക്കുന്നതായിരിക്കും 3 പേരും. പക്ഷേ ആരും ആരേക്കാളും വലുതല്ല. നമ്മൾ സമന്മാരാണ്, നമ്മൾ നല്ല സുഹൃത്തുക്കളാണ്, ബന്ധുക്കളാണ്, സ്നേഹിതരാണ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നതെന്ന് ആ ഫോട്ടോ കാണുമ്പോൾ അറിയാം. നിങ്ങൾക്കറിയാമായിരിക്കും, ശാപമോക്ഷം എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധാനം ചെയ്തുകൊണ്ടാണ് ജേസു സാറ് 1974 സംവിധാന കുപ്പായം അണിയുന്നത്. അദ്ദേഹം അതിനു മുമ്പ് ഒരുപാട് വ്യത്യസ്തമായ തലങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു. നല്ല മുട്ടത്ത് വർക്കിയോളം തന്നെ എന്താ പറയുക, ജനപ്രിയ നോവലുകൾ എഴുതിയിരുന്ന നോവലിസ്റ്റായിരുന്നു, നാടകകൃത്തായിരുന്നു, നടനായിരുന്നു. ഒരു കാലത്ത് നാടക നടൻ എന്നുള്ള നിലയ്ക്ക് സൂപ്പർ താരമായിരുന്നു ജേസു സാർ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സിനിമയിൽ കുറേ സിനിമകൾ അഭിനയിച്ചു, സത്യമാഷിൻ്റെ കൂടെയൊക്കെ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് സാറ് എന്താ പറയുക, ഇതൊന്നുമല്ല എൻ്റെ തട്ടകം, ഞാൻ സിനിമാ സംവിധായകനാകേണ്ട ആളാണ് എന്ന് തിരിച്ചറിഞ്ഞ് സംവിധാനത്തിലേക്ക് കളം മാറ്റി ചവിട്ടിയ ആളാണ് ജേസു സാർ. ശാപമോക്ഷത്തിന് പിന്നാലെ അദ്ദേഹം അഗ്നിപുഷ്പം, രാജാങ്കണം, സിന്ദൂരം, ആരും അന്യരെല്ലാം, അവൾ വിശ്വസ്തയായിരുന്നു, 7 രാത്രികൾ, രക്തമില്ലാത്ത മനുഷ്യൻ, തുറമുഖം, പവിഴമുത്ത്, പിന്നെ ഒരു വെളിപ്പാടകലെ, താറാവ്, ഈറസന്ധ്യ, നീയത്ര ധന്യ, പുറപ്പാട്, ഒരു സങ്കീർത്തനം പോലെ തുടങ്ങി ഏതാണ്ട് 32 സിനിമകൾ ജേസു സാറ് സംവിധാനം ചെയ്തു. എൻ്റെ ജീവിതത്തിലെ, ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം ലഭിച്ച മുഹൂർത്തം ഏതെന്ന് ചോദിച്ചാൽ ജേസു സാറിൻ്റെ ശിഷ്യനാവാൻ കഴിഞ്ഞതാണെന്ന് അഭിമാനത്തോടെ എൻ്റെ മരണം വരെയും ഞാൻ പറയും. പുറപ്പാട് കഴിഞ്ഞൊരു പടം ചെയ്തു. ആ പടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വേറെ ഏതോ ഒരു വർക്കിലായിപ്പോയി, ഹരികുമാർ സാറിൻ്റെ പടത്തിലായിപ്പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സങ്കീർത്തനം പോലെ ചെയ്തു. പിന്നെ സാർ 2 സീരിയൽ ചെയ്തു. ആ 2 സീരിയലിലും അസോസിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. മരണം വരെയും സാറിൻ്റെ കൂടെ, സാറിൻ്റെ ഒരു മകനെ പോലെ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എറണാകുളത്ത് നിന്നും ആദ്യമായി ഒരു സിനിമാ സംവിധായകൻ ഉണ്ടാകുന്നത് ചിന്നൻ ജോസഫ് കുറ്റിക്കാട് എന്നു പേരുള്ള ചെറുപ്പക്കാരിലൂടെ ആയിരുന്നു. ചിന്നൻ ജോസഫ് കുറ്റിക്കാട്ട് എന്നാണ് ജേസു സാറിൻ്റെ യഥാർത്ഥ പേര്. ചിന്നൻ എന്നൊക്കെ വിളിച്ചാൽ ഒരു പഴമ തോന്നുന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ചിന്നൻ ജോസഫ് എന്നുള്ള പേരിനെ തിരിച്ചിട്ട് ജോസഫ് ചിന്നൻ എന്നാക്കിയിട്ടാണ് ജോസഫിൻ്റെ ജെയും ചിന്നൻ്റെ സിയും ചേർത്ത് JC എന്ന പേരുണ്ടാക്കിയത്. അങ്ങനെ ജേസു സാർ JC കുറ്റിക്കാടായി. ആ JC കുറ്റിക്കാടാണ് ഒരുപാട് പൈങ്കിളി നോവലെന്ന് നമ്മളൊക്കെ ഒരു കാലത്ത് കളിയാക്കിയിരുന്ന ജനപ്രിയ നോവലുകൾ എഴുതിയിരുന്നത്. ഒരുപാട് നോവലുകൾ മനോരമ ആഴ്ചപ്പതിപ്പിൽ മുട്ടത്ത് വർക്കിയുടെയും ചെമ്പിൽ ജോണിൻ്റെയൊക്കെ കൂടെ സമകാലികനായി അദ്ദേഹം എഴുതിയിരുന്നു. പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു കാലത്ത് സൂപ്പർ താരമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ജേസു സാറും TK ജോണും, വൈക്കം മാളവിക എന്ന് പറഞ്ഞ പിൽക്കാലത്ത് ഒരു വലിയ നാടക ട്രൂപ്പ് ഉണ്ടാക്കിയ TK ജോണും ജേസു സാറുമായിരുന്നു ഒരു കാലത്ത് നാടകരംഗത്തെ സൂപ്പർ താരങ്ങൾ. ഉത്സവപ്പറമ്പുകളിൽ നാടകവണ്ടി വന്ന് നിൽക്കുമ്പോൾ കാണികൾ ചുറ്റും കൂടും നായകനും നായികയൊക്കെ കാണാനായിട്ട്. എന്നിട്ട് അവർ നിരാശരായി മടങ്ങും, കാരണം നായകൻ അതിനകത്തില്ല. കാരണം നാടകവണ്ടിയിലായിരുന്നില്ല ജേസു സാറും TK ജോണും യാത്ര ചെയ്തിരുന്നത്. കാളിക അവർ സ്വന്തമായൊരു കാറ് പിടിച്ച് ഈ വണ്ടിയുടെ പുറകെ പോകുമായിരുന്നു.
കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ അൾത്താര, മുത്തുച്ചിപ്പി മുതലായ നാടകങ്ങളിലെ നായകരായിരുന്നു ജെ.സി. സാറും നായിക കവിയൂർ പൊന്നമ്മയും. ഇപ്പോഴും മുകേഷിൻ്റെ വീട്ടിൽ കൊല്ലത്ത് ചെന്നാൽ ഒ. മാധവൻ സാറും ജെ.സി. സാറും കവിയൂർ പൊന്നമ്മയൊക്കെ ഉള്ള ഒരു വലിയ ഫോട്ടോ അവിടെ ഞാൻ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു. വലിയ ഫോട്ടോ വച്ചിട്ടുണ്ട് കയറി ചെല്ലുന്നിടത്ത്. അതിൽ കവിയൂർ പൊന്നമ്മയുടെ കയ്യിലൊരു കുഞ്ഞിരിപ്പുണ്ട്. അതാണ് ഇന്നത്തെ കൊല്ലം MLA ആയ മുകേഷ്. 3 വ്യാഴവട്ടക്കാലം മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമായി നിന്നു ജെ.സി. സാർ. രാമു കാര്യട്ടിൻ്റെ 7 രാത്രികളിൽ നായകനായിരുന്നു. മാനത്ത് പറക്കുന്ന കൊടി കണ്ടോ എന്നുള്ള മനോഹരമായ പാട്ടൊക്കെ പാടി അഭിനയിക്കുന്ന ജെ.സി. സാറാണ്. അതുപോലെ മാൻപേട, അള്ളാഹു അക്ബർ, 7 സുന്ദരികളുടെ കഥ എന്നിവയിലും ജെ.സി. സാർ നായകനായിരുന്നു. കള്ളിച്ചെല്ലമ്മ, അടിമകൾ, നിഴലാട്ടം, ഗംഗാസംഗമം, രാത്രിവണ്ടി, എറണാകുളം ജംഗ്ഷൻ, അഴിമുഖം, കുട്ടിയിടത്തി, അസ്ത്രം മുതലായ സിനിമകളിൽ ഉപനായകനായും പ്രതിനായകനായും ഒക്കെ ജെ.സി. സാർ അഭിനയിച്ചു. സത്യമാഷ്, നസീർ സാറ്, മധു സാറ്, ഷീല, ശാരദ, ജയഭാരതി, KR വിജയ തുടങ്ങിയ അന്നത്തെ വൻനിര താരങ്ങളോടൊപ്പം അഭിനയിക്കാനായ കൊച്ചിക്കാരനുമാണ് ജെ.സി. സാർ. വേറൊരാളിന് അക്കാലത്ത് ആ അവകാശമില്ലായിരുന്നു. ജെ.സി. സാറിൻ്റെ പേരിലാണ് അത് അറിയപ്പെട്ടത്. വർണ്ണശാല എന്ന പേരിൽ ഒരു ദൈവാരികയുടെ പത്രാധിപരായിരുന്നു ജെ.സി. സാർ. ജയനെ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തിയ സംവിധായകനായിരുന്നു ജെ.സി. സാർ. ശാപമോക്ഷത്തിൽ KP ഉമ്മറും ഷീലയുമായിരുന്നു നായകനും നായികയും. അഗ്നിപുഷ്പത്തിൽ സാറിൻ്റെ അടുത്ത പടത്തിൽ ജയനും കമലഹാസനുമാണ് പ്രധാന വേഷക്കാരായി അഭിനയിച്ചത്. സിന്ദൂരം, ചന്ദനച്ചോല മുതലായ സിനിമകളിൽ സോമനും ജയഭാരതിയും വിൻസെൻറ്റുമായിരുന്നു പ്രധാനികൾ. അവൾ വിശ്വസ്തയായിരുന്നു. ജെ.സി. സാറിൻ്റെ കസിൻ JJ കുറ്റിക്കാട് ഇപ്പോൾ JC ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ്. അദ്ദേഹം നിർമ്മിച്ചപ്പോൾ കമൽഹാസനും ഉണ്ണിമേരിയുമായിരുന്നു അതിഥി താരങ്ങൾ. സാർ എന്താ അഭിനയം നിർത്തിയെന്ന് ഞാൻ പുറപ്പാടിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ഒരു ദിവസം എന്തോ ഒരു ബ്രേക്ക് വന്ന് ലൈറ്റപ്പൊക്കെ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ സാറിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. ആദ്യമായിട്ട് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഞാൻ ചോദിച്ചു, സാർ എന്താ സാർ പിന്നീട് അഭിനയിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞൊരു മനോഹരമായ മറുപടിയുണ്ട്. മുഖത്ത് ചായം തേക്കുന്ന ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല ദിനേശ്. മുഖത്ത് ചായം തേക്കുന്നവരെ ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ചായം തേച്ചിരുന്ന സാറ് പറയുന്നത്. പല പല വേഷങ്ങൾ ചെയ്ത് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടും. ചായം കഴുകിക്കളയുന്ന രാഘവത്തോടെ ബന്ധങ്ങളും കടപ്പാടുമൊക്കെ കഴുകിക്കളയും. അപ്പോൾ സാറിനെന്തോ അത് പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അദ്ദേഹം നിർത്തിയെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഏതോ ഒരു വർക്കിനിടയിൽ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ഇന്നലെ TV-യിൽ സാർ അഭിനയിച്ച കള്ളിച്ചെല്ലമ്മ ആണെന്ന് തോന്നുന്നു, കള്ളിച്ചെല്ലമ്മ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുന്നത്, എനിക്കിപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നാണക്കേടാണ് ദിനേശേ, ഞാൻ എന്തൊരു ബോറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നാണ് സാർ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അയ്യോ ഇല്ല സാർ, സാറ് മനോഹരമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആദ്യമായി അവസരം കൊടുത്ത ജയൻ സാറിനെ മറന്ന് ശരപഞ്ചരത്തിൽ അവസരം കൊടുത്ത ഹരിഹരനെ ജയൻ പുകഴ്ത്തി സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ വന്നതോടുകൂടി ജയനുമായി സാർ പിണങ്ങി. നന്ദികേടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ജയൻ പറഞ്ഞത് ശരപഞ്ചരം എന്നുള്ള പടത്തിലൂടെയാണ് എനിക്ക് തിരക്കുണ്ടായെന്നുള്ള അങ്ങനെ പറയണമായിരുന്നു. അതിന് പകരം എന്നെ കണ്ടെത്തിയത് ഹരിഹരനാണെന്ന് പറഞ്ഞപ്പോൾ അത് വെച്ച് ജെ.സി. സാർ ജയനുമായി പിണങ്ങി. പിന്നെ മരിക്കുന്നതുവരെയും ജയനുമായിട്ട് സംസാരിച്ചിട്ടില്ല. എപ്പോഴോ ഒരിക്കൽ എൻ്റെ കല്ലു ഡെന്നീസ് പറഞ്ഞു, ഒരു ലിഫ്റ്റിൽ പാങ്കുര ഹോട്ടലിലെ ലിഫ്റ്റിൽ ജയനും സുമലതയും കൂടെ വന്നിറങ്ങുമ്പോൾ ആ ലിഫ്റ്റ് കയറാനായിട്ട് ജെ.സി. സാറും കല്ലു ഡെന്നീസും കൂടി ലിഫ്റ്റിൽ കയറാൻ വരുമ്പോഴാണ് ലിഫ്റ്റ് ഡോർ തുറക്കുമ്പോൾ ജയനും സുമലതയുമാണ്. അപ്പോൾ ഇങ്ങനൊരാളിനെ എനിക്ക് പരിചയമില്ല എന്നുള്ള രീതിയിൽ ജെ.സി. സാർ നിന്നപ്പോൾ കല്ലു ഡെന്നീസിൻ്റെ മുഖത്ത് നോക്കി കണ്ണിറുക്കിയിട്ട് ജയൻ പോയിന്ന് മസിൽ പിടിക്കുന്നത് ജെ.സി. സാറിന് ഇങ്ങനെ ആക്കിയിട്ട് പോയി എന്നാണ് പറഞ്ഞത്, കണ്ണിറുക്കിയിട്ട്. എന്തായാലും മരിക്കുന്നതുവരെയും അവർ തമ്മിൽ പിന്നെ സംസാരിച്ചിട്ടില്ല. ഒരു അഭിനേത്രിയെ ജീവിതസഖിയാക്കാൻ സാർ സ്നേഹിച്ചിരുന്നു. രജിസ്റ്റർ മാരേജിൻ്റെ തലേന്ന് അവർ മുങ്ങിക്കളഞ്ഞ ആളിനെ എനിക്കറിയാം. ഈ 2 അനുഭവങ്ങളിൽ നിന്നാകണം ജെ.സി. സാറിൻ്റെ ഒരു നിരീക്ഷണമുണ്ട്. സാറ് പറയുന്നത് എന്താ പറയുക, നമ്മൾ മാനസികമായി പൊരുത്തമില്ലാത്ത, നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളിനോട് നമ്മൾ ആത്മബന്ധം സ്ഥാപിച്ചിട്ട് കാര്യമില്ല എന്ന് സാർ പറയും. അതുപോലെ ഒരു രസകരമായൊരു കാര്യം പറയാം. പുറപ്പാട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ പാട്ട് സീൻ എന്തോ എടുക്കുമ്പോൾ പാർവതിക്കോ സിത്താരയ്ക്കോ ആണ് സാർ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കുസൃതി കൊടുക്കുകയായ ഗണേശൻ ചോദിച്ചു, സാറേ ഈ പ്രായത്തിൽ എങ്ങനെ സാറിന് ഇത്ര റൊമാൻറ്റിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ സാറിൻ്റെ വാക്യത്ത് മുഴുവൻ മുറുക്കാൻ കിടക്കുകയായിരുന്നു. ആ ചുവന്ന
ചുണ്ട് വെച്ച്, സമൃദ്ധമായ താടി വെച്ച്, ലാളിത്യമുള്ള കണ്ണ് വെച്ച്, ഒരു നല്ല ചിരി ചിരിച്ചിട്ട് സാറപ്പം പറഞ്ഞു, ഞാനെന്നും ഒരു റൊമാൻറ്റിക് ആണെന്ന് അറിയാവുന്ന ചിലർ ഈ സെറ്റിലുണ്ട് ഗണേശ. അപ്പോൾ അവിടെ അഭിനയിക്കാൻ വന്ന, ആ സീനിൽ അഭിനയിക്കേണ്ടുന്ന ഒരു സീനിയറായ നടി എന്നെ നോക്കി ചിരിച്ചു. ഇതൊക്കെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ മുഹൂർത്തങ്ങളാണ്. സാറ് പറഞ്ഞു, ഞാൻ എത്ര റൊമാൻറ്റിക്കാണെന്ന് അറിയാവുന്ന ആളുകൾ ഈ സെറ്റിലുണ്ട് എന്ന് സാർ പറഞ്ഞു. എന്തായാലും എന്താ പറയുക, നല്ല നർമ്മഭാഷണവും ആരോടും ചൂടാകാതെ എല്ലാവരോടും ശാന്തമായി സംസാരിക്കുന്ന ആളായിരുന്നു സാർ. എം ജി സോമനായിരുന്നു ജെ.സി. സാറിൻ്റെ ദൗർബല്യം എന്ന് പറയാം. കാരണം സോമേട്ടനും സോമു എന്നാണ് ജെ.സി. സാർ വിളിക്കുന്നത്. സോമേട്ടനും ജെ.സി. സാറും ഇല്ലാത്ത ഒരു ജീവിതമില്ലായിരുന്നു രണ്ടു പേർക്കും. അപ്പോൾ ജെ.സി. സാറിൻ്റെ എല്ലാ പടത്തിലും പുള്ളിയുണ്ട്. വരുന്ന പടത്തിലൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സോമേട്ടൻ തലവേദന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഓരോ പടം കഴിയുമ്പോഴും. ഇത് നമ്മുടെ അവസാന ചിത്രമാണെന്ന് കേട്ടോ സോമു, ഞാനും നീയുമായിട്ടുള്ള അവസാന ചിത്രമാണിത്, ശരിയണ്ണ എന്ന് പറഞ്ഞിട്ട് സോമേട്ടൻ പോവും. പക്ഷേ അടുത്ത പടത്തിൻ്റെ കഥ എഴുതാനുള്ള പേപ്പർ വാങ്ങിക്കൊണ്ട് വരുന്നത് മിക്കവാറും സോമേട്ടനായിരിക്കും. എം ജി സോമൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എറണാകുളത്ത് ആശുപത്രി, കൽപ്പകയുടെ ആശുപത്രിയിലായി എന്നുള്ള വിവരം ജെ.സി. സാർ അറിഞ്ഞു. ജെ.സി. സാറ് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു, ജെ.സി, സോമന് മാത്രമേ അറിയാതുള്ളൂ, ഏത് സമയത്തും എന്തും സംഭവിക്കാം, അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജാണ്. പക്ഷേ അദ്ദേഹം കളിയും ചിരിയൊക്കെ ആയിട്ട് പോകുന്നു, പക്ഷേ രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഒന്നും പറയാതെ നിസ്സംഗനായി ജെ.സി. സാർ ഫോൺ വച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ജെ.സി. സാറിൻ്റെ ഒരു വശം തളർന്നുപോയി, സ്ട്രോക്ക് ആയി ഒരു വശം തളർന്നുപോയി. സാറ് വീണു എന്നുള്ള വിവരം അറിഞ്ഞിടം തന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ആശുപത്രിയിലെത്തി. ആ കിടക്കുന്ന കിടപ്പ് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സാറ് വീണ് ആശുപത്രിയിലായതിൻ്റെ പിന്നാലെ സോമേട്ടൻ മരിച്ചു. പക്ഷേ സോമേട്ടൻ മരിച്ച വിവരമൊന്നും ജെ.സി. സാറിനെ അറിയിച്ചില്ല, പത്രം പോലും കൊടുത്തില്ല. വൈകി അറിഞ്ഞപ്പോൾ നിസ്സംഗനായി ഒന്നും മിണ്ടാതെ ആകാശത്തേക്ക് നോക്കിക്കിടന്നു. അത്രയും ആത്മബന്ധം ഉണ്ടായിരുന്നു. സോമേട്ടൻ ആദ്യമായിട്ടൊരു ടി വി, സിനിമയിൽ എനിക്ക് തോന്നുന്നു നസീർ സാർ വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല, എന്തായാലും കേരളത്തിൽ ആദ്യമായിട്ടൊരു ടി വി വാങ്ങിച്ചത് സോമേട്ടനായിരുന്നു. സോമേട്ടൻ ടി വി വാങ്ങിച്ചപ്പോൾ ആ ടി വിയിൽ പ്രോഗ്രാം കാണാനായിട്ട് എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി തിരുവല്ലയിൽ പോയി ജെ.സി. സാറും ഒരു സംഘം സുഹൃത്തുക്കളും കൂടെ, സോമേട്ടൻ്റെയും ജെ.സി. സാറിൻ്റെയും സുഹൃത്തുക്കളായ ഒരു ടീമുമായിട്ട് ജെ.സി. സാർ തിരുവല്ലയിൽ പോയി സോമേട്ടൻ്റെ വീട്ടിൽ ചെന്ന് ടി വി കണ്ട കഥ എന്നോട് സാറാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും ആത്മബന്ധമായിരുന്നു അവർ തമ്മിൽ. അതുപോലെ തന്നെ സൂര്യന് കീഴിലുള്ള ഏത് വിഷയത്തെപ്പറ്റിയും ജെ.സി. സാറിനോട് സംസാരിക്കാം, വ്യക്തമായ ഉത്തരം സാറ് പറയുമായിരുന്നു. നല്ല ജനറൽ നോളജായിരുന്നു, നന്നായിട്ട് വായിക്കും സാറ്. സ്ത്രീയുടെ മനസ്സും വർഷകാലത്തെ കാറ്റും കൂടെ കൂടെ മാറിക്കൊണ്ടിരിക്കും എന്നാണ് സാറ് പറയുന്നത്. അണ്ടർലൈൻ കേട്ടോളൂ, സ്ത്രീയുടെ മനസ്സും വർഷകാലത്തെ കാറ്റും കൂടെ കൂടെ മാറിക്കൊണ്ടേയിരിക്കും. ചിലർക്ക് പ്രണയവും ജീവിതവും ഒരു നാടകം പോലെയാണ്, ഒരസംബന്ധ നാടകം പോലെ. പ്രണയപരാജയം മൂലമുണ്ടാകുന്ന നൊമ്പരങ്ങൾ ദുഃഖിതൻ്റെ സൗഭാഗ്യമാണെന്നാണ് ജെ.സി. സാർ പറയുന്ന തിയറി. പ്രണയപരാജയം മൂലമുണ്ടാകുന്ന നൊമ്പരങ്ങൾ, ഹൃദയ നൊമ്പരങ്ങൾ ദുഃഖിതൻ്റെ സൗഭാഗ്യമാണ് എന്നാണ്. കാരണം എന്നും അവന് ദുഃഖത്തോടെയാണെങ്കിലും ഓർക്കാമല്ലോ. പ്രണയ പരാജിതൻ്റെ മനസ്സിൽ മുറിവേൽക്കാൻ പാടില്ല എന്നും സാറ് പറയും. മുറിവേൽക്കരുത്, അതെന്നും മനസ്സിൽ ലാളിച്ചു കൊണ്ട് നടക്കണം. സാറ് മരിക്കുന്നതുവരെ അങ്ങനെ ലാളിച്ചു കൊണ്ട് നടന്ന ആളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്ട്രോക്കായി ഒരു വശം തളർന്ന് വീട്ടിൽ ചികിത്സിക്കുന്ന സമയത്ത് കൃത്യമായി കാണാൻ ചെന്ന ചുരുക്കം പേരിൽ ഒരാളായിരുന്നു ഞാൻ. വരുന്ന ആഗസ്റ്റ് 17, സാറ് പറയുന്നതാണ്, വരുന്ന ആഗസ്റ്റ് 17 എൻ്റെ ജന്മദിനമാണ് ദിനേശേ. ഇനിയുള്ള 7 വർഷക്കാലം എൻ്റെ ഏറ്റവും നല്ല സമയമാണ്. പല ജ്യോതിഷികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പ്രഗത്ഭരായ പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സാറ തോമസിൻ്റെ പലക്കാർ എന്ന് പറഞ്ഞ നോവൽ ബാബു ആൻ്റണി നായകനാക്കി നമുക്ക് ചെയ്യണം. അതുപോലെ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ്റെ കടമറ്റത്ത് കത്തനാർ നമുക്ക് പരമ്പരയാക്കണം. ഞാൻ മോണിറ്ററിൽ നോക്കി ഒരു കസേരയിൽ ഇരിക്കുകയുള്ളൂ, ബാക്കിയൊക്കെ ദിനേശിൻ്റെ കയ്യിലാവും എന്ന് സാറ് വീണതിന് ശേഷം ഞാൻ ചെന്നിട്ടുള്ള ഓരോ തവണയും ചെല്ലുമ്പോൾ സാറ് പറയുമായിരുന്നു. പല ആഗസ്റ്റ് 17 കടന്നുപോയി.
2001 ആഗസ്റ്റ് 22-ന് എന്താ പറയുക, ജേസു സാർ കടന്നുപോയി. 22 വർഷക്കാലമായി സാർക്ക് കടന്നുപോയിട്ട് 22 വർഷം കഴിഞ്ഞു. ഞാൻ എൻ്റെ ഗുരുനാഥനെ ഓർക്കാത്ത ഒരു ദിവസവും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശയോക്തിയായിട്ട് കരുതരുത്. ഒരു ദിവസം പോലും ജേസു സാറിനെ ഓർക്കാത്ത ദിവസം എനിക്കില്ല. അത്രയും ആത്മബന്ധം ഉണ്ടായിരുന്നു. ഒരു അച്ഛൻ മകൻ ആത്മബന്ധം എനിക്ക് സാറുമായിട്ടുണ്ടായിരുന്നു. ജേസു സാർ സംവിധാനം ചെയ്ത സിന്ദൂരം ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിച്ച് ഈ ചിത്രത്തിൽ കാണുന്ന പടം നിങ്ങൾ കണ്ടല്ലേ. സിന്ദൂരത്തിൻ്റെ നിർമ്മാതാവും തിരക്കഥാകൃത്തും ഡോക്ടർ ബാലകൃഷ്ണനാണ്. അതിൻ്റെ സംഗീത സംവിധാനം A.T. ഉമ്മറാണ്. സത്യനന്ദിക്കാടിനെ കൊണ്ട് ഈ സ്ക്രിപ്റ്റ് എഴുതി അതിൻ്റെ പാട്ട് എവിടെയൊക്കെ വരണമെന്നുള്ള ആലോചന നടക്കുമ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, സത്യ ഇവിടെ ഇങ്ങനൊരു സീക്വൻസ് ഉണ്ട്, അവിടെ ഒരു പാട്ട് എഴുതണം. അങ്ങനെ സത്യനന്ദിക്കാട് എഴുതിയ മനോഹരമായ പാട്ടാണ് ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം എന്ന് എന്നത്തെയും എന്താ പറയുക മരണമില്ലാത്ത പാട്ടാണ് ഇല്ലേ. ഒരു നിമിഷം തരൂ നിന്നെ അറിയാൻ, പക്ഷെ ഒരു യുഗം വേണം നിന്നെ മനസ്സിലാക്കാനെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. A.T. ഉമ്മറായിരുന്നു സംഗീത സംവിധാനം. അനുപല്ലവിയിൽ സത്യേട്ടൻ എഴുതി, നീലാംബരത്തിലെ നീരത കന്യകൾ നിന്നീല മിഴികണ്ട് മുഖം കുനിച്ചു, ആ നീലമിഴികളിൽ ഒരു നവസ്വപ്നമായി, നിർമ്മലേ എൻ അനുരാഗം തളർത്തുവെങ്കിൽ എന്നെഴുതി, വീണ്ടും നിർമ്മലേ എന്നെഴുതി. സിനിമയിലെ കഥാപാത്രം പാടുന്ന പാട്ടാണ്. ജേസു സാറിൻ്റെ ചന്ദനച്ചോലയുടെ നിർമ്മാണവും കഥയും തിരക്കഥയും വയലാറിനും മുപ്പത്ത് രാമചന്ദ്രൻ, കോന്നൂർ ഫാസു എന്നിവരോടൊപ്പം പാട്ടും എഴുതി ഡോക്ടർ ബാലകൃഷ്ണൻ. KJ ജോയി ആയിരുന്നു സംഗീതം. ചന്ദനച്ചോലയിൽ ഈ പറഞ്ഞ പാട്ട് എഴുത്തുകാരിൽ വയലാർ അടക്കം എഴുതിയെങ്കിലും ബിന്ദു നീ ആനന്ദ ബിന്ദുവോ എന്നുള്ള പാട്ടായിരുന്നു സൂപ്പർ ഹിറ്റായി മാറിയത്. എന്നാത്മാവിൽ വിരിയും വർണ്ണപുഷ്പമേ എന്നുള്ള ആതിര കുളിരൊളി തെന്നലെ എന്നുള്ള ആ പാട്ട്. അതുപോലെ തന്നെ അതിൽ പട്ടസദന യേശുദാസും പാടുന്ന മണിയാഞ്ചെട്ടിക്ക് മണിമുട്ടായി, മധുരക്കുട്ടിക്ക് പഞ്ചാര മിഠായി, ആരോഗ്യസ്വാമിക്ക് എന്ത് മിഠായി, ഈ ആരോഗ്യസ്വാമിക്ക് ഡബർ മിഠായി എന്ന് പറയുന്ന ഒരു നല്ല ഹ്യൂമർ പാട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ KJ ജോയി സംഗീതം കൊടുത്തതാണ്. ഈ 2 ഗാനങ്ങളുമാണ് സത്യത്തിൽ ചന്ദനച്ചോലയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റായ പാട്ടുകളെന്ന് പറയാം. കാരണം മുപ്പത്ത് രാമേന്ദ്രനോ വയലാറോ കോന്നിയൂർ ഫാസോ എഴുതിയത് ഇത്രയും ഹിറ്റായില്ല ആ പടത്തിൽ. പുറപ്പാട് എന്ന ജേസു സാറിൻ്റെ സിനിമയുടെ ഡബ്ബിങ് KJ ജോയിയുടെ ജോയ് തിയേറ്ററിൽ, മദ്രാസിലെ ജോയ് സ്റ്റുഡിയോയിൽ നടക്കുകയാണ് തിയേറ്ററിൽ. അവിടെ ഡബ്ബിങ്ങുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ജോയ് മാസ്റ്ററെ കാണുന്നത്. ചോക്ലേറ്റ് കളറിലുള്ള ഒരു ബെൻസിൽ വന്നിറങ്ങുന്ന ആജാനബാഹുവായ സഫാരി സൂട്ടൊക്കെ ഇട്ട ജോയ് മാഷ്, നല്ല ഹൈറ്റും വിടർന്ന ചിരിയുമൊക്കെ ഉള്ള, ഒരുപാട് എണ്ണ തേച്ച പോലുള്ള വടിവത്ത തലമുടിയും ഒക്കെയുള്ള ജോയ് മാഷിനെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഈ പറഞ്ഞ സഫാരി സൂട്ടൊക്കെ ഇട്ട് ചോക്ലേറ്റ് കളർ ബെൻസ് കാറിൽ വന്നിറങ്ങുന്നതാണ്. ജേസു സാറിനെ കണ്ടതും നിലച്ചിരിക്കാതെ കാണുന്നത്. ഇന്ന് അവിടെ ജേസു സാറിൻ്റെ പടത്തിൻ്റെ പുറപ്പാടിൻ്റെ ഡബ്ബിങ് നടക്കുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല. ജേസു സാറിനെ കണ്ടതും ഒരൊറ്റ ചിരി ചിരിച്ചു അദ്ദേഹം. കാരണം ഇതാര് എന്നുള്ള രീതിയിൽ ഒരൊറ്റ ചിരി ചിരിച്ചിട്ട് നേരെ വന്ന് സാറിനെ കെട്ടിപ്പിടിച്ചു. സാറിൻ്റെ കയ്യിലിരുന്ന കപ്പിൽ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു സാർ. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിലെ ആ ചായ മുഴുവൻ ജേസു സാറിൻ്റെ ജുബയിലും ജോയ് മാഷിൻ്റെ സഫാരി സൂട്ടിലുമായിട്ട് മൊത്തം നനഞ്ഞ്. പിന്നെ രണ്ടുപേരും കൂടെ പോയി അതേ ചിരിയോടെ വെള്ളം കൊണ്ട് കഴുകുകയായിരുന്നു. ഇപ്പോഴും ഞാനത് ഓർക്കുന്നു. 1933 ഫെബ്രുവരി 4 തൃശ്ശൂരിൽ ജനിച്ച ആളാണ് ഡോക്ടർ ബാലകൃഷ്ണൻ. ബഹദൂറിനൊപ്പം ഇൻ്റർമീഡിയറ്റിന് ഒന്നിച്ച് പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല സുഹൃത്തുക്കളായിരുന്നു ബഹദൂറും ഡോക്ടർ ബാലകൃഷ്ണനും. മദ്രാസിൽ കിൽപാക്ക് മെഡിക്കൽ കോളേജിൽ നിന്നും ആയുർവേദത്തിൽ അദ്ദേഹം GCIM എടുത്തു. ശങ്കുണ്ണി മേനോൻ എന്ന് പറഞ്ഞ ഡോക്ടറോടൊപ്പം പ്രാക്ടീസ് ചെയ്തു. ശങ്കുണ്ണി മെമ്മോറിയൽ ഡിസ്പെൻസറി ആരംഭിച്ചു. ഗുരുനാഥൻ്റെ പേരിലുള്ള ഡിസ്പെൻസറി ആരംഭിച്ചു. P. ചന്ദ്രകുമാറിൻ്റെയും സത്യനന്ദിക്കാടിൻ്റെയും ഗുരുനാഥനാണ് ഡോക്ടർ ബാലകൃഷ്ണൻ. കൺകെട്ട് എന്ന ജയറാം ശ്രീനിവാസൻ സിനിമ സംവിധാനം ചെയ്ത സത്യനന്ദിക്കാടിൻ്റെ സഹസംവിധാനമായിരുന്ന രാജൻ ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഈ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ മകനാണ്. 1957-ലും 1965-ലും അദ്ദേഹം 2 വിവാഹം കഴിച്ചു. 2 പേരെയും ഭാര്യമാരായി ഒന്നിച്ച് ജീവിച്ച് 2 പേർക്കുമായി ഒരു മകൻ മാത്രമേ ഉള്ളൂ. അതാണ് രാജൻ ബാലകൃഷ്ണൻ. പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് സിനിരമയിൽ ഡോക്ടർ ബാലകൃഷ്ണൻ ഒരു പരസ്യം കൊടുത്തു. അന്തിക്കാട്ടുകാരൻ സത്യൻ, ഒരു സാധാരണ ചെറുപ്പക്കാരൻ,
മാതൃഭൂമിയുടെ ബാലപംക്തിയിലൊക്കെ എഴുതിയിരുന്ന സാധാരണയിലും സാധാരണക്കാരനായ സത്യൻ എന്ന ചെറുപ്പക്കാരൻ ഒരപേക്ഷ അയച്ചു. അഭിനയം വേണ്ട, എനിക്ക് സിനിമ പഠിക്കണം എന്നെനിക്ക് താല്പര്യമുണ്ട്, അതിനൊരവസരം തരണം എന്ന് പറഞ്ഞാണ് കത്തയച്ചത്. സത്യൻ അന്തിക്കാട് തന്നെ പറയുന്നത് 1973 ഒരു നനഞ്ഞ സന്ധ്യയ്ക്ക് ബാലകൃഷ്ണന് കത്തിട്ടു എന്നാണ്, ഡോക്ടർ ബാലകൃഷ്ണന് കത്തിട്ടു എന്നാണ് സത്യൻ അന്തിക്കാട് തന്നെ പറയുന്നത്. എന്തായാലും എറണാകുളത്തെ ഭാരത് ടൂർ ഷോ ഞാനിപ്പോഴും പോയി താമസിക്കുന്ന BTH വരാൻ മറുപടി വന്നു. സത്യൻ അന്തിക്കാട് തനി അന്തിക്കാട്ടുകാരനായി മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട് ഡോക്ടർ ബാലകൃഷ്ണനെ കാണാനായിട്ട് BTH ചെന്നു. പകിട്ട് വസ്ത്രങ്ങൾ ധരിച്ച അഭിനയ മോഹികൾ BTH ഹാള് നിറയെ ഇരിപ്പുണ്ട്. നല്ല കളർഫുള്ളായ വില കൂടിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുക. എല്ലാം മലയാളത്തിലെ അടുത്ത പ്രേംനസീറാവാനുള്ളവരാണ്. പക്ഷേ സത്യൻ അന്തിക്കാട് ചെന്നത് ഒരു അന്തിക്കാട്ടുകാരനായി സാധാരണ ഒരു മുണ്ടും ഷർട്ടും ധരിച്ചാണ് ചെന്നത്. അവരുടെ ഊഴം തീർന്നപ്പോൾ, ഈ അഭിനയിക്കാൻ വന്ന അഭിനയ മോഹികളുടെ ഊഴം തീർന്നപ്പോൾ മുറിയിൽ നിന്നും വെളുത്ത് തടിച്ച് ആജാനബാഹുവായ ഡോക്ടർ ബാലകൃഷ്ണൻ കയ്യിൽ പുകയുന്ന സിഗരറ്റുമായി ഇറങ്ങി വന്നു. റൂമിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സത്യൻ അന്തിക്കാടിനെ അല്ലെങ്കിൽ സത്യേട്ടനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പുതിയ അഭിനേതാക്കൾക്കൊപ്പം പുതിയ സാങ്കേതിക പ്രവർത്തകരും ഉണ്ടാകണം. സത്യൻ എഴുതിയ കഥകൾ അടിച്ചു വന്നതൊക്കെ അദ്ദേഹം വായിച്ചു. ഇദ്ദേഹം കൊണ്ടുപോയിരുന്നൊരു ഫയലിൽ അതൊക്കെ വായിച്ചിട്ട് പറഞ്ഞു, പുതിയ അഭിനേതാക്കൾക്കൊപ്പം തന്നെ പുതിയ സാങ്കേതിക പ്രവർത്തകരും ഉണ്ടാകണം. അപ്പോൾ കഥകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എഴുതാം. പോയിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ. വാക്ക് നൽകി സത്യൻ അന്തിക്കാടിനെ യാത്രയാക്കി. നവംബർ 24 മദുരാശിയിൽ എത്താൻ കത്ത് വന്നു. പിന്നാലെ രേഖാ സിനി ആർട്സിൻ്റെ ലെറ്റർ പേഡിലാണ് സത്യൻ അന്തിക്കാടിന് കത്ത് വന്നത്. 1973 നവംബർ 23 എഗ്മോറിലേക്ക് സത്യൻ ട്രെയിൻ കയറി. ജ്യേഷ്ഠനാണ് ട്രെയിൻ കയറ്റി വിട്ടത്. കല നൽകുന്ന ആനന്ദമാണ് ഡോക്ടർ ബാലകൃഷ്ണനെ സിനിമ എടുക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ശിഷ്യരെ സ്വന്തം കുറ്റിയിൽ കെട്ടിയിട്ട് അവരുടെ വളർച്ചയുടെ വരി ഉടയ്ക്കുന്ന ആചാര്യനല്ലായിരുന്നു ഡോക്ടർ ബാലകൃഷ്ണനോടൊപ്പം മുഖ്യ സംവിധാന സഹായിയായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ചന്ദ്രകുമാർ JC സാറിൻ്റെയും ഒപ്പവും കൂടി. ചന്ദ്രകുമാർ സത്യൻ അന്തിക്കാടിനെയും JC സാറിനെ പരിചയപ്പെടുത്തി. ഡോക്ടറുടെ പടമില്ലാത്തപ്പോൾ JC സാറിനോടൊപ്പവും ഇരുവരും, ചന്ദ്രകുമാർ അസോസിയേറ്റ്, ഒന്നാമത്തെ അസിസ്റ്റൻ്റായിട്ട് സത്യൻ അന്തിക്കാട്. ഡോക്ടറുടെ നിർമ്മാണവും തിരക്കഥയും JC സാറിനാവുമ്പോൾ പണി എളുപ്പമായി. കാരണം രണ്ടുപേർക്കും കൂടെ ആകുമ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിക്കുന്നു, JC സാർ സംവിധാനിച്ചു. അതിൽ സത്യൻ അന്തിക്കാടിന് മുഖ്യ സംവിധാന സഹായിമാരിൽ ഒരാളായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം. അതിൽ പാട്ടെഴുതാം, സൗകര്യമുണ്ട്. എൻ്റെ തണലിൽ നിന്ന് മാറി ചന്ദ്രൻ സ്വതന്ത്രനാകണമെന്ന് ഡോക്ടർ ഉപദേശിച്ചു. മനസ്സൊരു മയിൽ അങ്ങനെയാണ് ജന്മം കൊണ്ടത്. ഡോക്ടറുടെ നിർമ്മാണ കമ്പനി രേഖാ സിനി ആർട്സ് നിർമ്മാണം, കഥയും തിരക്കഥയും ഡോക്ടർ തന്നെ എഴുതി. യേശുദാസ് ആദ്യമായി ഒരു ഹിന്ദി ഗാനം മലയാള സിനിമയ്ക്കായി പാടിയത് ഈ പറഞ്ഞ മനസ്സൊരു മയിൽ എന്ന് പറഞ്ഞ ചിത്രത്തിന് വേണ്ടിയായിരുന്നു. ഡോക്ടറും സത്യൻ അന്തിക്കാടും കൂടിയാണ് പാട്ടുകൾ എഴുതിയത്. A.T. ഉമറായിരുന്നു സംഗീതം. ഗുരുവിൻ്റെയും ശിഷ്യൻ്റെയും പാട്ടുകൾ ഒരു ചിത്രത്തിൽ തന്നെ ഉള്ളത് മനസ്സൊരു മയിൽ എന്ന് പറഞ്ഞ ചിത്രത്തിൽ മാത്രമായിരിക്കാം. ഹംസെ സുല്ലോ ഏക് ബാത്ത്, സൂരത് ദിഖാവോ ഏക് ബാർ എന്ന് പറഞ്ഞ ഡോക്ടർ ബാലകൃഷ്ണൻ എഴുതിയ ഹിന്ദി പാട്ടാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി യേശുദാസ് പാടിയത്. വിശാല മനസ്കനായിരുന്നു ഡോക്ടർ ബാലകൃഷ്ണൻ. ഇവിടെ ശിഷ്യൻ പ്രൊഡ്യൂസറെ തട്ടിയെടുക്കാനും, നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയില്ല, ഞാൻ ചില കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ നടക്കുന്ന അതൊക്കെയാണ്. ശിഷ്യൻ്റെ പ്രൊഡ്യൂസറെ തട്ടിയെടുക്കാനും ശിഷ്യൻ്റെ സിനിമയ്ക്ക് പാര വയ്ക്കാനും, ഓടിയില്ല, അയ്യോ അത് പൊളിഞ്ഞുപോയില്ലേ എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുള്ള നാടാണ് മലയാള സിനിമ. ആ ശ്രമങ്ങൾക്കിടയിൽ ശിഷ്യനെ വളർത്തിക്കൊണ്ടുവരാൻ മനസ്സ് കാണിച്ച വലിയ മനുഷ്യനായിരുന്നു ഡോക്ടർ ബാലകൃഷ്ണൻ. ലവ് ലെറ്റർ എന്ന സിനിമയുടെ തിരക്കഥ ഡോക്ടർ പറഞ്ഞുകൊടുത്ത് സത്യൻ അന്തിക്കാട് എഴുതി എടുക്കുന്നതിനിടയിൽ ഡോക്ടർ സത്യൻ അന്തിക്കാടിനെ ഞെട്ടിച്ചു. നമുക്ക് ഈ പടത്തിൽ പാട്ടുകൾ എവിടെയൊക്കെ എന്ന് സത്യത്തിന് മനസ്സിലായോ എന്ന് ചോദിച്ചു. മനസ്സിലായി സാർ, മനസ്സിലായി, പാട്ട് വരുന്നിടം മനസ്സിലായി. ആ 2 പാട്ടുകളും സത്യൻ എഴുതിക്കോ. ആര് പറയും, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഡോക്ടർ ബാലകൃഷ്ണൻ പാട്ട് എഴുതുന്ന ആളാണ്, എന്നാൽ ഞാൻ എഴുതിക്കോളാം എന്നല്ലേ പറയണ്ട. അങ്ങനെയല്ല, കോപ്പി ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്ത് സത്യൻ അന്തിക്കാട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, സത്യ
നമ്മുടെ പാട്ടുകൾ രണ്ടും വരുന്നത് എവിടേക്കാണെന്ന് അറിയാം സാർ. ആ രണ്ട് പാട്ടും എഴുതിക്കോ, ആ സിറ്റുവേഷൻ നോക്കിയിട്ട് എഴുതിക്കോ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് പാട്ടെഴുത്തുകാരനാക്കിയ, സത്യനന്ദിക്കാരനെ പാട്ടെഴുത്തുകാരനാക്കിയ മനുഷ്യനാണ് ലവ് ലെറ്ററിലൂടെ ഡോക്ടർ ബാലകൃഷ്ണൻ. ഗുരുനാഥൻ്റെ വാക്കുകൾ കേട്ട സത്യൻ ശരിക്കും വേർത്തു. ആ വേർപ്പ് മദുരാശിയിലെ ചൂട് കൊണ്ടായിരുന്നില്ല എന്നാണ് സത്യേട്ടൻ പറയുന്നത്. വയലാറും പി ഭാസ്കരനും ONV യും യൂസഫ് അലിയും ഒക്കെ കാലാതിവർത്തിയായ പാട്ടുകൾ എഴുതി വിരാജിക്കുന്ന സ്ഥലത്ത് തന്നോട് പാട്ടെഴുതാൻ പറയുന്നു ഡോക്ടർ. ഞാനിതുവരെ പാട്ടെഴുതിയിട്ടില്ല. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ ചോദിച്ചു, അല്ല സത്യം നന്നായിട്ട് കവിത എഴുതുമല്ലോ, എനിക്ക് നിങ്ങൾ കവിതയുടെ ഫയലൊക്കെ കാണിച്ചു തന്നെയല്ലേ, കവിത എഴുതുന്ന ആൾക്ക് പാട്ടും എഴുതാൻ സാധിക്കും, ധൈര്യമായിട്ട് എഴുതിക്കോ. അന്ന് വൈകുന്നേരം ഡോക്ടറുടെ എഴുത്തുമേശയുടെ പുറത്ത് ചന്ദ്രിക വാരികയുടെ ഒരു കോപ്പി കിടക്കുന്നത് സത്യനന്ദിക്കാട് കണ്ടു. അതിലെഴുതിയിരിക്കുന്ന അഡ്രസ്സ് സത്യൻ, മരവട്ടിക്കൽ വീട്, അന്തിക്കാട്, തൃശ്ശൂർ എന്നായിരുന്നു വിലാസം. പക്ഷേ പോസ്റ്റ്മാനാണോ ചെയ്തത്, സത്യനന്ദിക്കാടിൻ്റെ ജ്യേഷ്ഠനാണോ ചെയ്തതെന്നറിയില്ല. അത് റീഡയറക്റ്റ് ചെയ്ത് മദ്രാസിലേക്ക് അയച്ചു. കാരണം സത്യൻ ഇപ്പോൾ അന്തിക്കാട്ടില്ലല്ലോ. അതുകൊണ്ട് റീഡയറക്റ്റ് ചെയ്ത് വന്നത് എന്താ പറയുക, ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ശങ്കുണ്ണീസ് ക്ലിനിക്കിൻ്റെ മേശപ്പുറത്തിരിക്കുക. ആ വാരികയിൽ സത്യൻ എഴുതിയ ഒരു കവിതയുണ്ട്, വഴിയമ്പലത്തിലെ പാട്ട്. ആ കവിത വായിച്ചതാണ് സത്യന് പാട്ടെഴുതാൻ കഴിയുമെന്ന ചിന്ത ഡോക്ടർക്കുണ്ടായത്. അദ്ദേഹം അത് പൊട്ടിച്ച് വായിച്ചു. അപ്പോൾ വഴിയമ്പലത്തിലെ പാട്ട് എന്നുള്ള കവിത കേട്ടപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ശിഷ്യന് മനോഹരമായി പാട്ടെഴുതാൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സ്വർണ്ണമാലകൾ വിണ്ണിൽ വിതറും സ്വപ്നലോലയാം സായാന്നമേ എന്നാണ് സത്യനന്ദിക്കാട് ആദ്യമായിട്ട് എഴുതിയ പാട്ടിലെ ആദ്യത്തെ വരി. KJ ജോയിയുടെ സംഗീതത്തിൽ അമ്പിളിയാണ് ആ പാട്ട് പാടിയത്. ഡോക്ടർ ബാലകൃഷ്ണൻ തിരക്കഥ എഴുതി നിർമ്മിച്ച് JC സാർ സംവിധാനം ചെയ്ത സിന്ദൂരം, വിൻസെൻറ്റും ജയഭാരതിയും നായകനും നായികയും. തിരക്കഥ ഡിക്റ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ പാട്ടെഴുതാനുള്ള പശ്ചാത്തലങ്ങൾ സത്യൻ അന്തിക്കാടിന് ഡോക്ടർ പറഞ്ഞു കൊടുത്തു. സിന്ദൂരത്തിൽ നായകന് ലുക്കീമിയാണ്, ക്യാൻസറാണ്, ദിവസങ്ങൾ മാത്രം ജീവിച്ചിരിക്കാം ഇനി. അതറിഞ്ഞുകൊണ്ട് തന്നെ നായിക സ്നേഹിക്കുന്നു അയാളെ. ഭയങ്കര, നമ്മൾ കൊച്ചിലെ ഞാൻ കരഞ്ഞിട്ടുള്ള പടമാണ്. എനിക്ക് മറ്റൊന്നും വേണ്ട, ഒരു നിമിഷം എൻ്റെ സ്നേഹഭാജനത്തോടൊപ്പം ജീവിക്കണം. ഇതാണ് നായിക വിവാഹത്തെ എതിർത്ത അച്ഛനോട് പറഞ്ഞത്. എനിക്ക് ഇത്രയേ ഉള്ളൂ, ഒരു നിമിഷമെങ്കിൽ എനിക്ക് അദ്ദേഹത്തോടൊപ്പം ജീവിക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടേക്കൊരു പാട്ടെഴുതാൻ ഡോക്ടർ സത്യനന്ദിക്കാടിനോട് പറഞ്ഞു. കഥയിലെ ലുക്മിയും നായികയുടെ സ്വപ്നവും ഒന്നും സത്യൻ ഓർത്തില്ല. പകരം അങ്ങ് ദൂരെ അന്തിക്കാട്ട് പ്രണയവതിയായി ജീവിക്കുന്ന തൻ്റെ നിമ്മിയെ ഓർത്തു സത്യൻ. അദ്ദേഹം നിമ്മി ടീച്ചറുമായിട്ട് പ്രണയത്തിലായിരുന്നല്ലോ. സത്യേട്ടൻ്റെ ഒരു എപ്പിസോഡ് ചെയ്തപ്പോൾ ഞാനതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അദ്ദേഹം ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഒരു ആയുർവേദ റിസോർട്ടിൽ നിന്നാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിനേശേ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഞാൻ മറന്നു തുടങ്ങിയ പല കാര്യങ്ങളും ദിനേശ് ഭംഗിയായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അത്തരം വലിയ മനസ്സുള്ളവർ പറയുന്നതാണ് സത്യത്തിൽ എനിക്ക് വീണ്ടും ഇതുപോലുള്ള കഥകൾ ചെയ്യാനുള്ള കരുത്ത് നൽകുന്നത്. സത്യമായിട്ട് വളരെ സന്തോഷവാനായി സംസാരിച്ചു. ഞാൻ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഇവിടെ കഴിഞ്ഞാലേ ദിനേശേ, എനിക്കൊരു 15 ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കണം. മറുപത്തി ഞാൻ വീട്ടിൽ ചെന്ന ഉടൻ തന്നെ ഞാൻ ഈ പ്രോഗ്രാം നിമ്മിയെ കാണിക്കാം കേട്ടോ. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് കിട്ടണം നിങ്ങൾ ആലോചിച്ച്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ താഴെ ഒന്ന് എഴുതുന്നു. പിന്നെ തള്ള് സത്യേട്ടൻ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, സത്യേട്ടൻ ഫോൺ ചെയ്തിട്ടും ഉണ്ടാവില്ല, സത്യേട്ടൻ പറഞ്ഞിട്ടും ഉണ്ടാവില്ല എന്ന് പറയും. ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പറ്റിയൊക്കെ ഞാൻ കള്ളം പറയൂ? അദ്ദേഹം എന്നോട് നിറഞ്ഞ മനസ്സോടെ പറഞ്ഞതാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ സത്യേട്ടനോട് ഇവിടെ ഒരു പാട്ടെഴുതൂ സത്യ എന്ന് ഡോക്ടർ ബാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ, കഥയിൽ ലുക്മിയുള്ള നായകനാണെന്നോ നായികയുടെ സ്വപ്നമാണെന്നോ ഒന്നും സത്യേട്ടൻ ഓർത്തില്ല. പകരം അങ്ങ് ദൂരെ അന്തിക്കാട്ട് പ്രണയവതിയായിരിക്കുന്ന തൻ്റെ നിമ്മിയെ ഓർത്തു സത്യേട്ടൻ. ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ, നീ സ്വർഗരാഗം ഞാൻ രാഗമേഘം എന്നെഴുതി ആദ്യം ഡോക്ടർ ബാലകൃഷ്ണൻ വായിക്കാൻ കൊടുത്തു. JC സാറും ഡോക്ടർ ബാലകൃഷ്ണൻ വായിച്ചു. JC സാർ എന്നോട് പറഞ്ഞിട്ടുണ്ടത്. കഥാസന്ദർഭത്തെ നേരിട്ട് പാട്ടിലേക്ക് കൊണ്ടുവന്നു സത്യേട്ടൻ. കാരണം ഒരു നിമിഷം തരൂ, അതാണല്ലോ ആ നായികയുടെ സ്വപ്നം. അനുപല്ലവിയിൽ അദ്ദേഹം നിർമ്മലേ എന്ന് എഴുതിയപ്പോൾ എന്നെ അനുരാഗം തളർത്തുവെങ്കിൽ എന്ന് മനഃപൂർവ്വം അദ്ദേഹം എഴുതിയതാണ്. കാരണം നിമ്മി അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ മനസ്സിലെ അഗാധമായ പ്രേമം, എൻ്റെ പ്രേമഭാജനം അറിയട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയാണ് നിർമ്മലേ എന്നെ അനുരാഗം തളർത്തുവെങ്കിൽ എന്ന്. തൻ്റെ പ്രാണപ്രേയസിയായ നിമ്മിയെ ആ വരിയിൽ അദ്ദേഹം നിറച്ചു വച്ചു. പാട്ട് സൂപ്പർ ഹിറ്റായി. ഏറ്റവും നല്ല ലളിതമായ സംഗീതത്തിൽ യേശുദാസ് മനോഹരമായി
ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ എന്നുള്ള പാട്ട് പാടി. നിമ്മിയും സ്വാഭാവികമായിട്ട് ഈ പാട്ട് കേട്ടിരിക്കും. തൻ്റെ ഇഷ്ടനായകൻ തന്നെ ഓർത്ത് എഴുതിയതാണെന്ന് മാത്രം പാവം നിമ്മി അറിഞ്ഞില്ല എന്നാണ് സത്യേട്ടൻ പറയുന്നത്. പാവമല്ലേ നിമ്മി ചേച്ചി? എനിക്ക് കാണുമ്പോൾ സിനിമാക്കാരുടെ ഒരു പകിട്ടുമില്ലാത്ത ഞാൻ കണ്ട അപൂർവം പേരിൽ വിരലെണ്ണാവുന്നവരെ പോലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ഈ സിനിമയിൽ നമ്മൾ ബഹുമാനപൂർവ്വം കാണുന്ന പലരെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ സിനിമയുടെ പളപളപ്പിലേക്ക് ഭർത്താവ് പോയി കഴിയുമ്പോൾ ഈ നാടൻ പട്ടിക്ക് അൽസേഷൻ്റെ ബെൽറ്റ് കെട്ടിയതുപോലെ വേഷഭൂഷാദികളൊക്കെ ഇട്ട് എന്തൊരു ബോറെന്നറിയോ, ഭയങ്കര ബോറായിരിക്കും. ഒരിക്കലും സൂട്ടബിളാവാത്ത ഹെയർ സ്റ്റൈലും ഒരിക്കലും സൂട്ടബിളാവാത്ത ഡ്രസ്സും ഒക്കെ ഇട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ നാടൻ പട്ടിക്ക് അൽസേഷൻ്റെ ബെൽറ്റ് കിട്ടിയതുപോലെ നടക്കുന്ന ലോകത്ത് സത്യേട്ടൻ്റെ നിമ്മി ചേച്ചി എത്ര ലാളിത്യത്തോടെയാണ് ജീവിക്കുന്നത്. സത്യേട്ടൻ്റെ വീട്ടിൽ ചെന്നാൽ സത്യേട്ടൻ കാടുണ്ടോ എന്നൊരാൾ പോയി ചോദിച്ചാൽ ആദ്യമായിട്ടാണ് നിമ്മി ചേച്ചിയെ കാണുന്നത് ഇത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പോലും തോന്നില്ല. അത്രയും ലാളിത്യത്തോടെ ജീവിക്കുന്ന 3 ആൺമക്കൾക്കും ഭർത്താവിനും വേണ്ടി ജീവിക്കുന്ന നിമ്മി ചേച്ചി. പക്ഷേ ആ നിമ്മി ചേച്ചി അന്തിക്കാടിൻ്റെ ഒരു എന്താ പറയുക, ആ ഗ്രാമത്തിൻ്റെ ഒരു ശുദ്ധത കൊണ്ടായിരിക്കാം എൻ്റെ പ്രണേതാവ് എഴുതിയ പാട്ടിലെ നിർമ്മലയെ നിന്നെ ഓർത്തുകില്ലെന്നൊക്കെ എഴുതിയത് എന്നെയാണെന്ന് ടീച്ചർക്ക് തോന്നിയില്ല. ടീച്ചർ വിചാരിച്ചത് സിന്ദൂരത്തിലെ നായിക ജയഭാരതി ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് നിർമ്മല എന്നായിരിക്കുമെന്നാണ്. അങ്ങനെ ആദ്യമായിട്ട് എന്താ പറയുക, സത്യനന്ദിക്കാട് എന്ന് പറഞ്ഞ നർമ്മബോധമുള്ള മനുഷ്യന് ആദ്യമായി അദ്ദേഹം അറിഞ്ഞ കേട്ടറിവുള്ള എരിവുള്ള ഫലിതമായിരിക്കണം ഈ പറഞ്ഞ നിമ്മി ടീച്ചർക്ക് എന്നെ പറ്റിയാണ് എഴുതിയത് എന്ന് മനസ്സിലാവാതെ പോയത്. ജേസു സാർ സംവിധാനം ചെയ്ത ചന്ദനച്ചോലയിലെ പാട്ടുകളും KJ ജോയ് സംഗീതം നൽകിയതാണ്. ഡോക്ടർ ബാലകൃഷ്ണൻ തന്നെ ഗാനരചനയും നടത്തി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബിന്ദു നീ ആനന്ദ ബിന്ദുവോ എന്നുള്ള മനോഹരമായ പാട്ടും മണിയാഞ്ചട്ടിക്ക് മണിമുട്ടായി എന്നുള്ള പാട്ടുമൊക്കെ ഡോക്ടർ ബാലകൃഷ്ണൻ നിർമ്മിച്ച ആ സിനിമയിൽ ജേസു സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി എഴുതിയതാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ജോയ് മാഷിനെ കുറിച്ചാണ്. ഞാൻ ജോയ് മാഷിനെ കുറിച്ച് 2 എപ്പിസോഡ് ചെയ്തു. ആദ്യത്തെ എപ്പിസോഡ് ഷാജി ചെന്നൈ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ അനുഭവം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനെന്നോ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റെന്നോ ഒക്കെ പറയാവുന്ന വളരെ ആരാധനയോടെ ജോയ് മാഷ് മറന്നുപോയ പാട്ടുകൾ വരെ അദ്ദേഹത്തിന് കൊണ്ടു കൊടുത്തിട്ട് ഇത് നിങ്ങൾ സംഗീതം കൊടുത്ത പാട്ടാണെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്ത മനുഷ്യനാണ് ഷാജി ചെന്നൈ. തമിഴിൽ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കുന്ന നടനാണ് ഷാജി ചെന്നൈ. എന്തുകൊണ്ടോ മലയാളികൾ ആരും അദ്ദേഹത്തെ അർഹിക്കുന്ന രീതിയിൽ കണ്ടില്ല. അപ്പോൾ ഷാജി എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഞാൻ KJ ജോയ് മാഷിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഒരു എപ്പിസോഡ് ചെയ്യുകയും ചെയ്തു. ഷാജിയെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഷാജിയുടെ ഫോട്ടോയൊക്കെ അതിൽ കൊടുത്തിരുന്നു. ആ എപ്പിസോഡ് കൊണ്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചു, അയ്യോ KJ ജോയ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എന്നോട് ചോദിച്ച പലരുമുണ്ട്. ഈ പാട്ട് അദ്ദേഹമാണോ ചെയ്തതെന്ന് പല പാട്ടുകളും അതിൽ പറഞ്ഞ പാട്ടുകൾ കേട്ടപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത് കണ്ടിട്ട് മാസങ്ങൾക്ക് ശേഷം എൻ്റെ പ്രോഗ്രാം കണ്ടിട്ട് കണ്ണൂരിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ജോയ് മാഷിനെ കാണാൻ മദ്രാസിൽ പോയി. അയാൾ അവിടെ പോയിട്ട് ജോയ് മാഷുമായിട്ടുള്ള ആ എന്താ പറയുക സംഗമത്തെക്കുറിച്ച് വിശദമായി എന്നോട് ട്രെയിനിലിരുന്ന് പാതിരാത്രി സംസാരിച്ചു. എന്നിട്ട് എടുത്ത ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു തന്നപ്പോൾ ഞാൻ ആ ഫോട്ടോ എല്ലാം കൂടെ വെച്ചിട്ട് 2ാമത്തെ എപ്പിസോഡ് ചെയ്തു. അതിനുശേഷമാണ് ഈ അടുത്ത കാലത്ത് ജോയ് മാഷ് പോയത്. എനിക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ, പുറപ്പാട് ഡബ്ബിങ് നടക്കുന്ന എല്ലാ ദിവസവും രാവിലെ ഒരു ചോക്ലേറ്റ് കളറിലുള്ള ബെൻസിലാണ് അദ്ദേഹം നീല സഫാരി സൂട്ടിട്ട് വന്ന് ഇറങ്ങുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയിട്ട് വൈകുന്നേരം വരുന്നത് പച്ച നിറത്തിലുള്ള ബെൻസ് കാറിൽ വേറൊരു മെറൂൺ കളറിലോ ബ്രൗൺ കളറിലുള്ള സഫാരി സൂട്ടൊക്കെ ഇട്ട് വരുന്ന ജീവിതം ആഘോഷമാക്കിയ വലിയ മനുഷ്യനായിരുന്നു ജോയ് മാഷ്. പക്ഷേ അവസാനം എന്താ പറയുക, വർഷങ്ങളോളം ഒരു കാലും മുറിച്ച് കാഴ്ച പോയി ഓർമ്മശക്തി കുറഞ്ഞ് എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഗുരുമുഖത്തു നിന്നും സംഗീതം പഠിക്കാതെ സംഗീത സംവിധാന രംഗത്ത് സ്വന്തം ഒരു ഇരിപ്പിടം ഉണ്ടാക്കിയെടുക്കാനായ ചുരുക്കം സംഗീത സംവിധായകരിൽ ഒരാളാണ് KJ ജോയ്. ആധുനിക സംഗീത ഉപകരണങ്ങൾ മലയാളിക്ക് ആദ്യം സമ്മാനിച്ച വാദകൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ഉടമ ഒക്കെ ജോയ് മാഷിന് മാത്രം അവകാശപ്പെട്ടതാണ്. ജീവിതത്തെ ലഹരിയായി കണ്ട് ആഘോഷമാക്കിയ മനുഷ്യൻ അവസാനം ഇതുപോലൊരു ജീവിതം ഇനി ആർക്കും നൽകരുതേ എന്ന് പ്രാർത്ഥിച്ചു പോകും വിധം വിധി വേട്ടയാടിയ മനുഷ്യനായിരുന്നു, ഹതഭാഗ്യനായിരുന്നു KJ ജോയ്. എൻ്റെ കൈക്കും കാലിനും മാത്രമേ അവശതയുള്ളൂ, തലച്ചോറ് ഇപ്പോഴും പെർഫെക്റ്റാണ്, പാട്ട് തരൂ, ചെയ്തു തരാമെന്ന് സങ്കോചമില്ലാതെ പറഞ്ഞ കലാകാരനായിരുന്നു KJ ജോയ്. ഞാൻ തളർന്നുപോയി, എൻ്റെ ഒരു കാല് മുറിച്ചു. എനിക്ക് എന്താ പറയുക, കൈക്കും കാലിനും ശക്തി കുറവുള്ളൂ, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് അല്പക്കുറവുണ്ട്. പക്ഷേ എൻ്റെ തലച്ചോറ് ഇപ്പോഴും പെർഫെക്റ്റാണ്.
നിങ്ങൾ എനിക്കൊരു പാട്ട് തരൂ, ഞാൻ ചെയ്തു തരാം, സൂപ്പർ ഹിറ്റാവുന്ന ഒരു പാട്ട് ചെയ്തു തരാമെന്ന് അദ്ദേഹത്തെ കാണാൻ ചെന്ന ചുരുക്കം സിനിമാക്കാരോടൊക്കെ പറഞ്ഞ മനുഷ്യനായിരുന്നു. ഞാൻ മരിച്ചിട്ടില്ല, കെ ജെ ജോയ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് വിളിച്ചു പറയേണ്ടി വന്ന ഹതഭാഗ്യനുമായിരുന്നു അദ്ദേഹം. കാരണം വിസ്മൃതിയിലായിപ്പോയി. സിനിമയിൽ ലൈവിലില്ലാതെ പോയപ്പോൾ ഒരു കാലും കൂടി മുറിച്ചപ്പോൾ അദ്ദേഹം വീട്ടിൽ തളയ്ക്കപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ മരിച്ചിട്ടില്ല, കെ ജെ ജോയ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ സ്വയം പറയേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. കെ ജെ ജോയിയെക്കുറിച്ച് ഒരുപാട് പറയാനാകും. 77-ാം വയസ്സിൽ അദ്ദേഹം വിട പറയുമ്പോൾ ആധുനിക സങ്കേതങ്ങൾ എങ്ങനെ മലയാള സിനിമാ ഗാനശാഖയ്ക്ക് ഉപയോഗിക്കാമെന്ന് പഠിപ്പിച്ചു തന്ന ഗുരുമുഖമാണ് വിട പറഞ്ഞ കെ ജെ ജോയി എന്ന് നിസ്സംശയം പറയാം. ഗുരു ഇല്ലാതെ പഠിച്ച് ഗുരുനാഥനായി മാറിയ മനുഷ്യനാണ് കെ ജെ ജോയി. കർണാടക സംഗീതമോ ഹിന്ദുസ്ഥാനിയോ വെസ്റ്റേണോ ജാസോ ഗസലോ ഒന്നും പഠിക്കാതെ ഇവയെല്ലാം തൻ്റെ പാട്ടിൽ ചേർക്കാൻ പഠിച്ച സംഗീത സംവിധായകനായിരുന്നു കെ ജെ ജോയി. ഗുരുമുഖത്ത് ഒന്നും പഠിക്കാത്ത കെ ജെ ജോയിയെക്കുറിച്ച് MS വിശ്വനാഥൻ വയലാറിനോട് പറഞ്ഞത്, സംഗീതത്തെക്കുറിച്ച് അപാരമായ അറിവുള്ളവനാണ് ജോയ് എന്നായിരുന്നു. ഇതിലപ്പുറം എന്ത് സർട്ടിഫിക്കറ്റ് വേണമില്ലേ? MS വിശ്വനാഥനെ പോലെ MS വിയെ പോലെ ഒരാൾ വയലാറിനോട് പറഞ്ഞതാണ്, അവൻ സംഗീതത്തെക്കുറിച്ച് അപാരമായ അറിവുള്ളവനാണ്, അവനെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷകളുണ്ടെന്നും MS വി വയലാറിനോട് പറഞ്ഞു. ആ പറഞ്ഞ MS വി വിട ചൊല്ലും മുമ്പ് കെ ജെ ജോയ് രോഗഗ്രസ്തനായി വീണുപോയി. ഒരു കാൽ മുറിച്ച് കാഴ്ചയുടെയും കേൾവിയുടെയും ശക്തി കുറഞ്ഞ് ഒരു മുറിയിൽ തളയ്ക്കപ്പെട്ടു പോയി എന്നത് കെ ജെ ജോയി എന്ന് പറഞ്ഞ കലാകാരൻ്റെ വിധി നൽകിയ വിളയാട്ടമായിരിക്കാം. ഒരു ദശവർഷക്കാലം മലയാള സിനിമയിൽ ഒന്നാം നിരയിൽ കെ ജെ ജോയി ജീവിച്ചു. പല വർണ്ണങ്ങളിലുള്ള ബെൻസ് കാറിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സഫാരി സൂട്ടും കറുത്ത വില കൂടിയ കണ്ണടയും ധരിച്ച് സമൃദ്ധമായ ചിരിയുമായി ആജാനബാഹുവായ കെ ജെ ജോയ് വിലസി ജീവിച്ചു ചെന്നൈയിൽ. ഇന്ന് ചെന്നൈയിലെങ്കിൽ നാളെ മലേഷ്യയിൽ. മലേഷ്യ എന്ന് പറഞ്ഞാൽ അന്ന് ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ സലിം ചൗധരി വിളിച്ചതുകൊണ്ട് വെറുതെ ഇരിക്കുകയല്ലേ വാ എന്ന് വിളിച്ചതുകൊണ്ട് കൽക്കട്ടയിലേക്ക്. അവിടെ ചെന്ന് സലിം ചൗധരിയുമായിട്ട് 4-5 ദിവസം ഹോട്ടലിൽ അടിച്ച് പൊളിച്ചിട്ട് തിരിച്ച് മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ നേരെ സിംഗപ്പൂരിലേക്ക്. ഇങ്ങനെ പറന്ന് നടന്ന ജീവിച്ച മനുഷ്യനായിരുന്നു. മലയാള സിനിമയിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു കെ ജെ ജോയി. സംഗീതം പഠിച്ചിട്ടില്ലാത്തതിനാൽ മറ്റ് വാദകരെ പോലെ നൊട്ടേഷൻ എഴുതിയെടുക്കാൻ അദ്ദേഹത്തിന് അറിയില്ല. ജോയ് മാഷിന് അറിയില്ല നൊട്ടേഷൻ എങ്ങനെ എഴുതണം, കാരണം സംഗീതം പഠിച്ചിട്ടില്ലല്ലോ. പാട്ടുകൾ പാടാനും അറിയില്ല. പക്ഷേ സംഗീത സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്നത് മെമ്മറിയിൽ ഓർത്തു വച്ച് അണുവിട തെറ്റാതെ തൻ്റെ വെസ്റ്റേൺ വാദ്യോപകരണങ്ങൾ വായിച്ച് അത്ഭുതം തീർക്കുമായിരുന്നു കെ ജെ ജോയ്. അതുകൊണ്ടാണ് കൽക്കട്ടയിൽ നിന്ന് ഒരു പടം, ഇപ്പോൾ ഏതെങ്കിലും ഒരു പടം സംഗീത സംവിധാനം നിർവഹിക്കാനായിട്ട് സലിൽ ചൗധരി വരികയാണെങ്കിൽ അദ്ദേഹം ആദ്യം കെ ജെ ജോയ് ഫ്രീ ആണോ എന്നാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം അവിടുന്ന് ഫ്ലൈറ്റ് കയറും. പുതിയൊരു പാട്ട് ചെയ്യാനായി മദിരാശിയിലേക്ക് തിരിക്കും. ഉറപ്പായിട്ട് ഞാൻ സത്യസന്ധമായി പറയുകയാണ്, ഇദ്ദേഹം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്താ പറയുക, കൽക്കട്ടയിൽ നിന്ന് ഇദ്ദേഹം പുറപ്പെടുകയായിരുന്നു സലിം ചൗധരി. അതുപോലെ തന്നെ കൽക്കട്ട എയർപോർട്ടിനകത്ത്, ഹൈ സെക്യൂരിറ്റിയുള്ള എയർപോർട്ടിനകത്ത് റൺവേയിൽ ഫ്ലൈറ്റിനടുത്ത് വരെ സ്വന്തം കാർ ഓടിച്ച് ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു സംഗീത സംവിധാനം ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയിൽ, അത് സലിം ചൗധരി ആയിരുന്നു. കെ ജെ ജോയ് വിമാനത്തിൽ വന്നിറങ്ങി ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഡോർ തുറന്ന് ആൾക്കാർ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ VIP ഗേറ്റിലൂടെ സലിം ചൗധരിയുടെ കാറ് വിമാനത്തിൻ്റെ അടുത്ത് ചെല്ലും. അല്ല അവിടുന്ന് റൺവേയിൽ നിന്ന് നടക്കുകയൊന്നും വേണ്ട. കെ ജെ ജോയ് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആളായിരുന്നു. തിരക്കുകൾ കാരണം താമസിച്ചെത്തുന്ന പ്രകൃതക്കാരനായിരുന്നു കെ ജെ ജോയ്. കാരണം ഒരു ദിവസം തന്നെ 4-5 പടങ്ങൾക്ക് 4-5 പാട്ടുകൾക്ക് സംഗീതം കൊടുക്കാൻ 4-5 സ്റ്റുഡിയോയിലേക്ക് പോകേണ്ട തിരക്കുണ്ടായിരുന്നു. മനഃപൂർവ്വമല്ല ജോയ് താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം എല്ലാവർക്കും ജോയ് വായിക്കണമെന്നായപ്പോൾ സമയക്ലിപ്തത അദ്ദേഹത്തിന് പാലിക്കപ്പെടാതെ പോയി. വലിയ സംഗീത സംവിധായകരും വാദ്യക്കാരും ജോയിയെ കാത്തിരുന്ന കാലമുണ്ടായിരുന്നു. പകരം വയ്ക്കാൻ മറ്റൊരാൾ ഇല്ലാത്തതിനാൽ കാത്തിരുന്നേ പറ്റൂ. കാരണം ജോയ് വരാതെ പാടുന്നേ, അന്ന് ലൈവാണല്ലോ. വന്ന് കിട്ടിയാൽ എത്ര നീളമുള്ളതായാലും ബുദ്ധിമുട്ടുള്ളതായാലും അനായാസം വായിച്ച് സംഗീത സംവിധായകൻ്റെയും സൗണ്ട് എഞ്ചിനീയറുടെയൊക്കെ അഭിനന്ദനം വാങ്ങാൻ ജോയ്ക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരുന്നു. കാരണം സംഗീത സംവിധായകൻ വന്നിടന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മൂളിക്കൊടുത്താൽ അപ്പം തന്നെ അത് മെമ്മറിയിലേക്ക് ആവാഹിക്കാനുള്ള പ്രത്യേക കഴിവ് ജോയ് മാഷിനുണ്ടായിരുന്നു. അടുത്തടുത്തുള്ള 3 സ്റ്റുഡിയോകളിൽ ഒരേ സമയം 3 സിനിമകൾക്കായി വായിച്ച് ചരിത്രം സൃഷ്ടിച്ച തിരക്കും ജോയ് മാഷിന് മാത്രം സ്വന്തമായതായിരുന്നു. മറ്റുള്ള വാദ്യോപകരണക്കാർ സംഗീത സംവിധായകൻ്റെ നൊട്ടേഷൻ എഴുതി വാങ്ങി പഠിച്ചു വരുമ്പോൾ
എഴുതാൻ അറിയാത്തതിനാൽ മനഃപ്പാഠമാക്കി ജോയി മാഷ് വായിച്ച് മടങ്ങും. ആരാധന എന്ന ചിത്രത്തിനായി ബിച്ചു തിരുമല എഴുതി ജോയി മാഷ് സംഗീതം നൽകിയ ആരാരോ ആരാരോ അച്ഛൻ്റെ മോൾ ആരാരോ എന്ന് പറഞ്ഞൊരു മനോഹരമായ താരാട്ട് പാട്ടുണ്ട്. രോഗഗ്രസ്തനായി കട്ടിൽ കിടക്കുന്ന മാഷിനായി ബിച്ചു തിരുമല തന്നെ പാടി കേൾപ്പിക്കുന്നത് കേട്ടപ്പോൾ വല്ലാത്ത നഷ്ടം തോന്നി, വിഷമം തോന്നി എനിക്ക് മാഷിൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ. ബിച്ചു തിരുമല തിരുവനന്തപുരത്തിരുന്ന് ലൈവിൽ പാടി കേൾപ്പിക്കുന്നു. ജോയ് മാഷ് അവിടെ ഇരുന്ന് ചുണ്ടനക്കുന്നു. ആരാരോ ആരാരോ അച്ഛൻ്റെ മോൾ ആരാരോ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ചിരഞ്ജീവിയായ ആക്ഷൻ നായകൻ ജയൻ ജോയ് മാഷിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അധികം പേർക്ക് അറിഞ്ഞാത്തൊരു കാര്യമാണ്. ജോയ് മാഷും ജയനും നല്ല സുഹൃത്തുക്കളായിരുന്നു. അഭിനയിക്കാൻ അവസരം തേടി മദ്രാസിൽ അലഞ്ഞ കാലം മുതലുള്ള സൗഹൃദമായിരുന്നു ജയനും കെ ജെ ജോയിയുമായിട്ടുള്ളത്. കെ ജെ ജോയിയാണ് ജയനെ ജേസി സാറിന് പരിചയപ്പെടുത്തി കൊടുത്തതും ശാപമോക്ഷത്തിലൂടെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞതുമെന്ന് ഷാജി ചെന്നൈ അടക്കമുള്ളവർ പറയുന്നു. അത് ജോയ് മാഷ് പറഞ്ഞതായിരിക്കാം. എൻ്റെ അറിവിൽ ജോസ് പ്രകാശിൻ്റെ മകൻ രാജൻ പ്രകാശാണ് ജേസി സാറിനെ പരിചയപ്പെടുത്തി കൊടുത്തതെന്നാണ് എൻ്റെ അറിവ്. ഇതിലേതാണ് ശരിയെന്ന് എനിക്കറിയില്ല. കെ ജെ ജോയിയെ പോലെ സ്റ്റൈലൻ വേഷവിധാനങ്ങളെ ജയനും എവിടെയും ധരിച്ച് പ്രത്യക്ഷപ്പെടുമായിരുന്നുള്ളൂ. സഫാരി സൂട്ടിട്ടല്ലേ ജയനും നടക്കുള്ളൂ ഒരു ബുള്ളറ്റിൽ. നമ്മുടെ ജോയ് മാഷാണെങ്കിൽ പല നിറത്തിലുള്ള ബെൻസ് കാറിൽ കറങ്ങി നടക്കുമ്പോൾ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് കറങ്ങി നടക്കുമ്പോൾ കൂളിംഗ് ഗ്ലാസും സഫാരി സൂട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ എറണാകുളത്തുകൂടി ബെൻസിന് പകരം ബുള്ളറ്റിൽ വിലസി നടന്ന ആളായിരുന്നു ജയൻ. എപ്പോഴും സ്റ്റൈലൻ വേഷമായിരുന്നു. ജയേട്ടനും അതെ, ജോയ് മാഷിനും അതെ. സഹജീവികളോട് സഹാനുഭൂതിയുള്ള മനുഷ്യനായിരുന്നു കെ ജെ ജോയ്. അതാണ് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടത്. 10 വയസ്സിൽ ഒരു പാട്ടിന് എന്താ പറയുക, ഒരു പാട്ട് ചെയ്യാനായിട്ട് 10 വയലിൻ മതി എന്ന് പറഞ്ഞെന്ന് വെച്ചോളൂ. 10 വയലിൻ വയ്ക്കാം. പക്ഷേ ജോയ് മാഷ് ചെയ്യുന്നത് 10 വയലിനും കൂടി അഡീഷണലായിട്ട് ഉൾക്കൊള്ളിക്കും. ആ 10 പേർ അനേകം ദിവസങ്ങളായി ജോലി കിട്ടാത്തവരായിരിക്കും. ആര് ചെയ്യും? ഒരു 10 വയലിൻ മതി വായിക്കാൻ എന്ന് പറഞ്ഞാൽ ജോയ് മാഷ് പതുക്കെ പറയും, ഒരു 20 പേരെ അറേഞ്ചറെ വിളിച്ചിട്ട് 20 പേരെ വായിക്കും. ആ 10 പേര് ഞാൻ പറയാം, അവരെയൊക്കെ വിളിക്കണം എന്ന് പറയും. ഒരു വർക്കും ഇല്ലാതിരിക്കുന്ന, ചിലപ്പോൾ നേരായി വായിക്കാൻ പോലും അറിയാത്ത ആളുകളായിരിക്കും. ആ ബോയെന്നോ അതിലൊന്നും തുടരണ്ട എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ആ 10 പേർക്കും കൂടി ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കോറസ് പാടാൻ വരുന്നവർക്കായി പാട്ടിൽ അവസരം ഉണ്ടാക്കുക. തൻ്റെ പാട്ടിൽ അനാവശ്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ കോറസ് ഉണ്ടാവും. കാരണം കോറസ് പാടി ജീവിക്കുന്ന ഒരുപാട് സിഒ ആൻ്റെയെ പോലെ ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. അവർക്ക് വരുമാനം കിട്ടാനായിട്ട് പാട്ടുകളിൽ കോറസ് ഉൾപ്പെടുത്തുമായിരുന്നു. അവസരം ചോദിച്ചു വരുന്നവരെ ഒരിക്കലും ജോയ് മാഷ് നിരാശനാക്കില്ലായിരുന്നു. പുതിയ പാട്ടെഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന സംഗീത സംവിധായകനായിരുന്നു കെ ജെ ജോയ്. ഇതൊക്കെ ജോയ് മാഷിന് മാത്രം അവകാശപ്പെട്ട കാര്യങ്ങളാണ്. തിരക്ക് മൂലം തനിക്ക് വായിക്കാനാവാത്ത ശബ്ദലേഖനങ്ങൾക്ക് കൗമാരം കടന്നിട്ടില്ലാത്ത എന്താ പറയുക, ദിലീപ് എന്ന് പറഞ്ഞ പിൽക്കാലത്ത് AR റഹ്മാനായി മാറിയ ദിലീപിനെ ശുപാർശ ചെയ്യുക എന്നത് RK ശേഖരനോടുള്ള ഗുരുദക്ഷിണ പോലെയായിരുന്നു. എനിക്ക് വരാൻ കഴിയില്ല കേട്ടോ, ഞാൻ 4 ദിവസം കൽക്കട്ടയിലായിരിക്കും. പകരം ആ ശേഖർ മാഷിൻ്റെ, RK ശേഖറിൻ്റെ മകൻ ആ ദിലീപ്, അവൻ നന്നായിട്ട് വായിക്കും. ബാക്കി കാര്യങ്ങൾ ഞാൻ അവന് പറഞ്ഞു കൊടുത്തോളാം, നിങ്ങൾ അവനെ വിളിച്ച് വായിക്കുക എന്ന് പറഞ്ഞ് എന്താ പറയുക, വിഷമവും ദാരിദ്ര്യവും ഒക്കെ ഒരുപാടുണ്ടായിരുന്ന RK ശേഖറിൻ്റെ കുടുംബത്തിനെ സഹായിച്ച ആൾ കൂടി, അല്ലെങ്കിൽ AR റഹ്മാന് അവസരങ്ങൾ ഒരുപാട് ഉണ്ടാക്കി കൊടുത്ത ആൾ കൂടിയായിരുന്നു ജോയ് മാഷ്. 71 സിനിമകൾക്ക് ജോയ് മാഷ് സംഗീത സംവിധാനം നൽകി. ജോയ് മാഷിൻ്റെ അവസാന ആരാധകനെന്നോ അടുത്ത ബന്ധുവാണെന്നോ പറയാവുന്ന ഒരാൾ മദിരാശിയിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഷാജി ചെന്നൈ. അദ്ദേഹം എഴുതുന്ന നിരവധി സിനിമ ലേഖനങ്ങൾ എഴുതുന്ന ആളാണ് ഷാജി ചെന്നൈ. ഒരു നാൾ ഷാജി ചെന്നൈയെ കെ ജെ ജോയ് വിളിക്കുന്നു. ഷാജിയല്ലേ, എൻ്റെ പേര് കെ ജെ ജോയ്. ഞെട്ടൂലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഷാജിയെ എന്ന് പറഞ്ഞ സാധാരണക്കാരനെ വിളിക്കുകയാണ്. എൻ്റെ പേര് കെ ജെ ജോയ് എന്നാണ്. 10-70 സിനിമകൾക്ക് ഞാൻ സംഗീതം നൽകിയിട്ടുണ്ട്. കസ്തൂരി മാൻമിഴി, മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ, അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശ തീരും ഒക്കെ ഞാൻ സംഗീതം കൊടുത്ത പാട്ടുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഷാജി ചെന്നൈ ഞെട്ടി ഇത് കേട്ടപ്പോൾ. കെ ജെ ജോയ് ഇങ്ങോട്ട് വിളിക്കുമെന്ന് ഒരിക്കലും ഷാജി ചെന്നൈ വിചാരിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും ജോയ് മാഷിന് അറിയില്ലെങ്കിൽ പോലും എല്ലാ പാട്ടുകളും കാണാപ്പാഠം പഠിച്ച ആളായിരുന്നു, ആരാധകനായിരുന്നു ഷാജി ചെന്നൈ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കല്ലേ ജോയ് ഏട്ടാ എന്നായിരുന്നു ഷാജിയുടെ കമൻറ്റ്. നിങ്ങളുടെ സർവ്വ പാട്ടുകളും എനിക്കറിയാം. അതെയോ, വളരെ സന്തോഷം. അമേരിക്കയിൽ പോയപ്പോൾ ഷാജിയുടെ ഒരു സുഹൃത്ത് കുര്യനെ ഞാൻ കണ്ടിരുന്നു.
അങ്ങേരാണ് നമ്പർ തന്നത്. ആ പരിചയം രോഗിയായി എന്താ പറയുക, രോഗഗ്രസ്തനായി കിടക്കുന്ന കാലം വരെയും നിലനിർത്തിയിരുന്നു ആ പരിചയം. ഷാജി ചെന്നൈയും കെ ജെ ജോയിയുമായിട്ടുള്ള സൗഹൃദം 30 വർഷക്കാലത്തെ സംഗീത ജീവിതത്തെ വിശദമാക്കാൻ ഷാജി ചെന്നൈ ശ്രമം നടത്തുമ്പോഴൊക്കെ എനിക്കൊരു ഇൻ്റർവ്യൂ തരണം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, സിനിമയൊക്കെ ഞാൻ വെറുത്തിരിക്കുക, പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്പോസർ ഞാനാണോ എന്നാവും അടുത്ത ചോദ്യം. ജോയേട്ടൻ്റെ പാട്ടുകളോട് എനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ട്. സലിൽ ചൗധരി, ബാബുരാജ്, മദൻ മോഹൻ, ആർ ഡി ബർമൻ, ശ്യാം, കണ്ണൂർ രാജൻ എല്ലാവരെയും എനിക്കിഷ്ടമാണ്. സലിൽ ചൗധരിയാണ് നിനക്ക് ഇഷ്ടം കൂടുതലല്ലേ? നിനക്ക് ടേസ്റ്റ് ഉണ്ട്. ആട്ടെ, ഞാൻ ചെയ്ത ഏത് സിനിമ പാട്ടാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ ജോയിയേട്ടൻ്റെ 4 or 5 പടങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ലിസ, സർപ്പം, അനുപല്ലവി, സായുജ്യം, ചന്ദ്രഹാസം, ഇതിഹാസം, ശക്തി, ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ജോയിയേട്ടൻ്റെ പാട്ടുകളെല്ലാം എനിക്കറിയാം. ഓരോ പാട്ടും ഓരോ സംഭവമല്ലേ എന്നായി ഷാജി ചെന്നൈ. ആരാ ജോയിയേട്ടനെ പാട്ട് പഠിപ്പിച്ചത് എന്ന് ഷാജി ചോദിച്ചു. വയലിൻ എങ്ങനെ പിടിക്കണം, എവിടെ വിരൽ വെക്കണം എന്നൊക്കെ അല്ലാതെ മ്യൂസിക് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല ഗുരുമുഖത്ത് നിന്ന്. എല്ലാം സ്വയം പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. മ്യൂസിക് പഠിക്കാൻ പറ്റുന്ന സാധനമല്ല എന്നാണ് ജോയ് മാഷ് പറയാറ്. കഷ്ടപ്പെട്ട ആരെങ്കിലും മ്യൂസിക് പഠിച്ചാൽ അവർക്ക് മ്യൂസിക് ടീച്ചറാവാം, മ്യൂസിഷ്യനോ മ്യൂസിക് ഡയറക്ടറോ ആകാൻ പറ്റില്ല എന്ന പക്ഷക്കാരനായിരുന്നു ജോയ് മാഷ്. രാഗങ്ങൾ തിരിച്ചറിയാൻ എനിക്ക് കഴിവില്ല, പക്ഷേ കൃത്യമായ രാഗങ്ങളിൽ ഞാൻ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈണം പോകുന്ന വഴികൾ ഒരിക്കലും എനിക്ക് തെറ്റില്ല. ഞാൻ ചെയ്ത പാട്ടുകൾക്കെല്ലാം ഒരേ രാഗമാണ്. ആ രാഗത്തിൻ്റെ പേര് ജോയ് രാഗം എന്നാണ് ഷാജി ചെന്നൈയോട് കെ ജെ ജോയ് മാഷ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ ഫോട്ടോയ്ക്ക് പിന്നിൽ നിന്നുള്ള ഈ പങ്ക്തിയിൽ പറഞ്ഞ എൻ്റെ ഗുരുനാഥനായ ജെ.സി. സാറായാലും സത്യനന്ദിക്കാടിൻ്റെയും ചന്ദ്രകുമാറിൻ്റെ അടക്കം നിരവധി പേരുടെ എന്താ പറയുക ഗുരുവായ സകലകലാവല്ലഭനായ ഡോക്ടർ ബാലകൃഷ്ണ സാറായാലും കെ ജെ ജോയ് മാഷായാലും 3 പേരെയും മലയാളിക്ക് പ്രിയപ്പെട്ടവരായിരുന്നതുകൊണ്ടാണ് ഇത്രയും വിശദമായി പറഞ്ഞത്. നിങ്ങൾക്കും അത് ഇഷ്ടമായി കാണും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. അവരുടെ 3 പേരുടെയും ആത്മാവിന് നിത്യശാന്തി നേരാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. 3 പേരും മനുഷ്യപ്പറ്റുള്ളവരായിരുന്നു, അല്ല സിനിമാ പാരകൾ കൊണ്ട് നടന്നവരല്ല. ആ 3 പേർക്കും എന്താ പറയുക അവരുടെ ഇരിപ്പിടങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ലോകത്ത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.